ദൃശ്യമനോഹരമായ ഒരു മലയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചെറിയൊരു യാത്രയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയിൽ ആദ്യം തന്നെ നമുക്കൊരു തോട് കാണാം. പഴയ ആളുകൾ ഉപ്പിട്ട പാറ എന്ന് പറയുന്ന ഒരു പാറ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളെ യാത്ര. വലിയ ചെങ്കുത്തൊന്നുമില്ലെങ്കിലും യാത്ര സാഹസം തന്നെയാണ്. കുന്ന് കയറി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ദൃശ്യമനോഹരമാണ്. പോകും വഴി നമ്മളെ കണ്ണൻ ജിപിക്കുന്ന പലതും നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായ പൂക്കളുകൾ നമുക്ക് കാണാം. പോകും വഴി പല വർണ്ണങ്ങളിലുള്ള പൂക്കളുകൾ ഈ യാത്രക്കിടയിൽ ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെ മനോഹരമായ പുല്ലുകളും എല്ലാം ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉപ്പിട്ട പാറ എന്ന ആ പാറയിലേക്ക് ഞങ്ങൾ അടുക്കാറായി. പാറയുടെ അടുത്ത് നമുക്കൊരു നെല്ലിമരം കാണാം. മലയിലുള്ള നെല്ലിക്കയും കഴിച്ച് മല കയറിയ ക്ഷീണം മാറ്റാൻ വേണ്ടി അല്പം ഞങ്ങൾ വിശ്രമിക്കുകയാണ്. അവിടെ ഇരുന്നാൽ വളരെ മനോഹരമായ പുഷ്പങ്ങളും അതുപോലെ തന്നെ കിളികളുടെ നാദങ്ങളും കേൾക്കാം. ഇത് പാറ തുടങ്ങുന്ന ഭാഗമാണ്. ഇനിയും വിശാലമായി പരന്നു കിടക്കുന്ന ഏരിയകൾ നമുക്ക് കാണാനുണ്ട്. പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളും പുല്ലുകളും നെല്ലിമരങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പാറ. കിളിയുടെ നാദം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പൂർവികർ ഉപ്പിട്ട പാറ എന്ന് വിശേഷിപ്പിച്ച ആ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ പർവ്വതത്തിൻ്റെ ആ പാറയുടെ മുകൾ ഭാഗം. ഇവിടെ നല്ല കാറ്റ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ ഭൂമി പടച്ച റബ്ബിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. ഭൂമിയിൽ വലിയ പർവ്വതങ്ങളും പാറക്കെട്ടുകളും ഭൂമിക്ക് രാണി എന്നോണം പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. റബ്ബിനെ ഓർത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.